ഗുഡ് മോർണിംഗ്. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പേജ് നമ്പർ 191 ക്വസ്റ്റ്യൻ നമ്പർ 3 ആണ്. ക്വസ്റ്റ്യൻ വായിക്കും. The lateral faces of square pyramid are equilateral triangle and the length of base edge is 30 cm and what is its surface area? നമ്മൾ ഇത്ര നേരം ചെയ്തത് കുറച്ച് വ്യത്യാസമുണ്ട് ഈ പ്രോബ്ലത്തിൽ. എന്താ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? നമ്മൾ ഇത്ര നേരം ചെയ്ത ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഐസോസിലസ് ട്രയാങ്കിൾസിലാണ്. ഐസോസിലസ് എന്ന് പറഞ്ഞാൽ 2 sides are equal. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ, അതായത് ട്രയാങ്കിളിന്റെ 3 വശങ്ങളും ഈക്വൽ ആയിരിക്കും. നമുക്കറിയാം ട്രയാങ്കിളിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ വശമാണ് വരുന്നത്, സ്ക്വയറിന്റെ ബേസ് തന്നെയാണ് വരുന്നത്. നമുക്കറിയാം, ഫിഗർ വരയ്ക്കാം. എനിക്ക് കണ്ടോ, നമ്മുടെ ട്രയാങ്കിളിന്റെ ഒരു വശം, 3 സൈഡല്ലേ ട്രയാങ്കിളിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ സ്ക്വയറിന്റെ ബേസ് തന്നെയാണ് വരുന്നത്, സ്ക്വയറിന്റെ ഒരു സൈഡ് തന്നെയാണ് വരുന്നത്. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് എല്ലാ വശങ്ങളും തുല്യമാണെന്ന്, അതായത് ഈ സൈഡ് 30, ഈ സൈഡ് 30, ഈ സൈഡ് 30. അപ്പം നമുക്കിതെങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഫോർമുല, സിമ്പിൾ ആണല്ലോ. എന്താണ് നമ്മുടെ ഫോർമുല? സർഫസ് ഏരിയ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2al. ഇതിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കാൻ പോവാ? എല്ല് കണ്ടുപിടിക്കാൻ പോവാ. ട്രയാങ്കിൾ വരച്ചു, ഈ വശവും 30, ഈ വശവും 30, പെർപെൻഡിക്കുലർ വരച്ചു, കറക്റ്റ് പകുതിയാക്കി, 15 ആക്കി അല്ലേ? ഇത് 30, ഇത് 15. ഈ എല്ല് കണ്ടുപിടിക്കണം. പൈതഗോറസ് തിയറം അറിയില്ലെങ്കിൽ, എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പൈതഗോറസ് തിയറത്തിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് നോക്കാം. അപ്പോൾ ഇവിടെ എഴുതാം. പൈതഗോറസ് തിയറം അനുസരിച്ച് L is equal to root of hypotenuse square minus base square is equal to 30 square minus 15 square is equal to 900 minus 225 is equal to root of 675. 675 പെർഫെക്റ്റ് റൂട്ട് ഉണ്ടോ? റൂട്ടില്ല. ചെയ്യാൻ അറിയില്ലെങ്കിൽ റൂട്ടിന്റെ സ്ക്വയർ റൂട്ടിന്റെ വീഡിയോ പോയി കാണുക. ഇപ്പോൾ ഇവിടെ ഇതിന് കിട്ടുന്നത് 15√3 എന്നായിരിക്കും. അപ്പൊ നമുക്ക് എല്ലിന്റെ വില കിട്ടി, 15√3. ഇത് നേരെ നമുക്ക് ഫോർമുലയിലോട്ട് അപ്ലൈ ചെയ്യാം. ഇസ് ഈക്വൽ ടു എ എത്രയാ പറഞ്ഞിരുന്നത്? 30 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 30 ഇൻറ്റു റൂട്ട് എത്രയാണ് കിട്ടിയത്? എല്ലിന്റെ വില 15√3. 15√3. 30യുടെ സ്ക്വയർ എത്രയാണ്? 900 പ്ലസ് ഇതെല്ലാം കൂടെ ഒന്ന് ഇൻറ്റു ചെയ്തേ. 900 ഇൻറ്റു √3യുടെ വാല്യൂ ഉണ്ട്, എത്രയാണെന്നറിയാമോ? 1.73. നമുക്ക് 2-3 വാല്യൂസ് ഒക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം കേട്ടോ. √2, √3 ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞു വെക്കണം. നമുക്ക് ചെയ്ത് നിങ്ങൾ അത് ബൈ ഹാർട്ട് ആയിക്കോളും. അപ്പോൾ ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര വരും? 900 പ്ലസ് 1558 എന്ന് വരും. ഇത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2458 സെന്റിമീറ്റർ സ്ക്വയർ. ഇപ്പം ഇൻറ്റു ചെയ്യാനൊന്നും കാണിച്ചു തരേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പം ഇതാണ് നമ്മുടെ ഒരു മെത്തേഡ്. ഇത് വേറൊരു മെത്തേഡ് ചെയ്യാം, അത് സിമ്പിളാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇതെന്ന് പറഞ്ഞിട്ടുണ്ട്, ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ കാണാൻ ഒരു ഫോർമുല ഉണ്ട്. എന്താണെന്നറിയാവോ? √3/4a². ഓർമ്മ വന്നതാണ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ, 9th അപ്പം നമ്മുടെ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ a² പ്ലസ് 2al ആണല്ലോ. അതായത് ഈ 2al എന്ന് പറയുന്നത് നമ്മുടെ ട്രയാങ്കിൾസിന്റെ 4 ട്രയാങ്കിൾസിന്റെ ഏരിയ ആണ്. ഇത് ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. പക്ഷേ ഇപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ 2alന്റെ സ്ഥാനത്ത് നമുക്ക് എന്തിട്ട് കൊടുത്താൽ മതി? √3/4a². ഇത് ഒരെണ്ണത്തിന്റെയാണ്. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഉള്ളത്? 4 എണ്ണം. അപ്പൊ ഞാൻ ഇക്വേഷൻ എഴുതി കാണിക്കാം. a² പ്ലസ് ഈ 2alന്റെ സ്ഥാനത്ത് 4 ഇൻറ്റു ഒരു ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയയുടെ ഫോർമുലയാണ് √3/4a². മനസ്സിലായോ? അതായത് നമ്മുടെ ഈ 2al എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഏരിയയാണ്. പക്ഷെ ഇവിടെ നമുക്ക് ഐസോസിലസിന് പകരം ഈക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയതുകൊണ്ട് ഈ ഫോർമുല അങ്ങ് മാറ്റിയിട്ട് നമ്മൾ ഈക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഫോർമുല ഇടുന്നു. അതാണ് √3/4a² ഒരെണ്ണത്തിന്റെ. അങ്ങനെ 4 എണ്ണം ഉള്ളത് കൊണ്ടാണ് 4 ഇൻറ്റു 1. 4ഉം 4ഉം മേളിൽ കിടക്കണം, താഴോട്ട് കിടന്നുകൊണ്ട് വെട്ടിക്കളഞ്ഞു. ബാക്കി എന്നാ ഉണ്ട്? ഫോർമുല ബാക്കി √3a² പ്ലസ് √3a² എന്നാണ്. ഇനി എയുടെ വില ഉണ്ട്, എത്രയാണ് നമുക്ക് എയുടെ വില? 30 സ്ക്വയർ പ്ലസ് √3 ഇൻറ്റു 30 സ്ക്വയർ ഇസ് ഈക്വൽ ടു 900 പ്ലസ്
900√3 എന്ന് വരത്തില്ലേ? 30യുടെ സ്ക്വയർ റൂട്ട് 3, അതായത് മുമ്പേ ചെയ്ത പോലെ തന്നെ 900√3യുടെ വില 1.73. നമ്മളത് വാല്യൂ ചെയ്യുമ്പോൾ ഇതിൻ്റെ വില എന്നാ കിട്ടും? 1558 എന്ന് വരും. നമ്മൾ കൗണ്ട് ചെയ്ത് ആഡ് ചെയ്താൽ 2458 സെൻറ്റിമീറ്റർ സ്ക്വയറിന് കിട്ടും. ഇത് സിമ്പിൾ അല്ലേ? എനിക്ക് തോന്നി ഇതാണ് ഒന്നുകൂടെ ഈസി എന്ന് തോന്നുന്നു. പക്ഷേ ഇത് മാത്രം ഓർത്തിരുന്നാൽ മതി, ഇതിൻ്റെ ഫോമുലകളൊന്നും ഓർത്തിരുന്നാൽ മതി, നിങ്ങൾക്ക് ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം എല്ലാവരും ചെയ്ത് നോക്കുക, ട്രൈ ചെയ്യുക. കീപ്പ് ഓൺ ട്രൈ. നിങ്ങളെ കൊണ്ട് പറ്റും. ആദ്യം ഇത് പറ്റത്തില്ല, പക്ഷെ പിന്നെ അത് നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും കേട്ടോ. നിങ്ങളൊന്നും തെറ്റിക്കഴിഞ്ഞ് ഒന്നുകൂടെ നിങ്ങൾ റിവൈസ് ചെയ്ത് തരുമ്പോൾ നിങ്ങളുടെ ഓർമ്മയിൽ നിൽക്കും. ഓക്കെ, താങ്ക് യു.